വസ്സുംതു അമ്മാ ലാ യഅനീനി. രണ്ടാമത്തെ കാര്യം എന്താണ്? ഞാൻ എനിക്ക് അറിയാത്ത വിഷയത്തിൽ ഒന്നും തന്നെ പറയാറില്ല. ഒരാൾ എന്നോട് വന്നിട്ടൊരു കാര്യം ചോദിക്കാണ്, എനിക്കറിയാത്ത വിഷയത്തിൽ ഞാൻ എന്തെങ്കിലും ഒന്ന് തട്ടിവിടൂല. എനിക്കറിയാത്തത് അറിയില്ല എന്നങ്ങ് പറയും. എന്റെ അറിവില്ലായ്മയെ ഞാനങ്ങ് സമ്മതിച്ചു കൊടുക്കുമ്പോഴാണ് എനിക്ക് വിനയമുള്ളവനായി ഞാൻ മാറുന്നത്. വിനയമുള്ള മനുഷ്യനായാലാണ് അല്ലാഹു തആല മൻ തവാളഅ റഫഅഹുല്ലാഹ്. ഒരു മനുഷ്യനെ അല്ലാഹു ഉയർത്തിക്കളയണമെന്നുണ്ടെങ്കിൽ വിനയമുള്ളവനാകണം. വിനയത്തിന്റെ ലക്ഷണമാണ് എനിക്ക് അറിയാത്ത വിഷയം അറിയില്ല എന്ന് പറയൽ. അറിയാത്ത എല്ലാ വിഷയത്തിലും ഇടപെടാൻ പാടില്ല. അതുകൊണ്ട് മഹാനായ ലുഖ്മാൻ ഹക്കീം തങ്ങൾ പറഞ്ഞു, വസ്സുംതു അമ്മാ ലാ യഅനീനി. എനിക്കറിയാത്ത വിഷയങ്ങളിൽ ഞാനൊരഭിപ്രായവും പറയാൻ പോകാറില്ല. നമുക്കൊക്കെ എവിടെങ്കിലും ഒരു ചർച്ച നടക്കണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ നമ്മളതായ ഒരു അഭിപ്രായം പറഞ്ഞിട്ടില്ലെങ്കിൽ വല്ല കുറവും വന്നു പോകുന്ന ഒരു പേടിയാ. നമ്മളതായ യാതൊരു പിടിപാടും ചിലപ്പോൾ അതിലുണ്ടാവില്ല. അഭിപ്രായം കൊണ്ട് പറഞ്ഞിട്ടവൻ അതിൽ വലിയ എഞ്ചിനീയറാൻ തോന്നിപ്പോകും. അങ്ങനെ അഭിപ്രായം പറയാം. കാരണം ഞാനതിൽ അഭിപ്രായം പറഞ്ഞിട്ടില്ലെങ്കിൽ കുറവ് വന്നാലോ. അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു വിഷയം ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഞാനിപ്പോ അത് പറഞ്ഞിട്ടില്ലെങ്കിൽ എന്റെ വിവരത്തെ വിലയിരുത്തോ? അതുകൊണ്ട് എന്തെങ്കിലും തട്ടിവിടുക പാടില്ല. അറിയില്ലെങ്കിൽ അറിയില്ല. ആലിമീങ്ങളാണെങ്കിൽ അറിയാത്തത് ഞാൻ കിതാബ് നോക്കിയിട്ട് പറയാം. 8-10 കൊല്ലം പഠിച്ച കിതാബ് മുഴുവനായിട്ടില്ല. അസ്ലേ പഠിച്ചിട്ടുണ്ടാകുള്ളൂ ആലിമീങ്ങൾ. കിതാബ് കൈകാര്യം ചെയ്യാനും അറബിയുടെ ഭാഷയുടെ ശൈലികളും അതർത്ഥം വെക്കാനും ഖുർആനിന്റെ വിശദീകരണം നോക്കാനുമുള്ള അടിസ്ഥാനമേ 10 കൊല്ലം പഠിച്ചാൽ കിട്ടണുള്ളൂ. അപ്പൊ പിന്നെ ഒരു മനുഷ്യൻ വന്ന് ചോദിക്കുന്ന മുഴുവൻ ഉത്തരങ്ങളും ഒറ്റടിക്ക് ഒരു മനുഷ്യന് കാണാതെ പറയാൻ കഴിഞ്ഞോളന്നില്ല. അദ്ദേഹം ആ നേടിയെടുത്ത കഴിവ് വെച്ച് അത് ഇന്ന ഗ്രന്ഥത്തിൽ ഉണ്ടാകും എന്ന് നോക്കി റഫറൻസ് നടത്തി അത് നോക്കിയിട്ട് പറഞ്ഞു കൊടുക്കാനുള്ള കഴിവ് ആ ആലിമിനുണ്ടാകും. പിന്നെ അദ്ദേഹം ഇങ്ങനെ നോക്കി വരുമ്പോഴാണ് അദ്ദേഹത്തിന് ഓർമ്മശക്തി ഉണ്ടാകും. ഇന്നാലിന്റെ സ്ഥലത്ത് മുമ്പൊരിക്കൽ നോക്കിയത് ഓർമ്മയുണ്ട്. അപ്പൊ പിന്നെ അതേ വിഷയം മറ്റൊരാൾ വന്ന് ചോദിച്ചുമ്പോൾ പെട്ടെന്ന് പറഞ്ഞു കൊടുക്കാൻ കഴിയും. അതല്ലാതെ അതൊരു ആലിം, നല്ലൊരു ആലിമിന്റെ ലക്ഷണമാണ്. ചോദിച്ച വിഷയം, ചോദിക്കപ്പെട്ട വിഷയം അറിയില്ലെങ്കിൽ ഐ ഡോണ്ട് നോ, ഞാൻ നോക്കിയിട്ട് പറയാം, അറിയില്ല, ഇപ്പൊ അറിയില്ല, സമയം ചോദിക്കണം, എന്തെങ്കിലും ഒന്ന് പറഞ്ഞു വിടാൻ പാടില്ല. അപ്പൊ മഹാനായ ലുഖ്മാൻ ഹക്കീം റളിയല്ലാഹു അൻഹു വന്ന ആഗതനോട് പറയുന്നു, എന്തേ എന്റെ കൂടെ നിങ്ങൾ ആടുമേക്കാൻ വന്നിട്ട് ഇപ്പൊ വലിയ സ്ഥാനത്തെത്തിപ്പോയല്ലോ, എന്തേ അതിന് കാരണമെന്ന് ചോദിക്കുമ്പോ പറഞ്ഞ 2 കാര്യം. ഒന്ന്, സത്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. രണ്ടാമത്തത്, അറിയാത്ത ഒരു വിഷയത്തിലും ഞാൻ അഭിപ്രായം പറയാറില്ല. വലാ തഖുഫ് മാ ലൈസ ലക ബിഹി ഇൽം. വിശുദ്ധ ഖുർആൻ പറഞ്ഞു, നിനക്കറിയാൻ വല്ലാത്ത കാര്യത്തിൽ മിണ്ടിപ്പോകരുത്. ഖുർആന്റെ വാക്ക് നോക്കി, മാ ലൈസ ലക ബിഹി ഇൽം, നിനക്ക് വിവരമില്ലാത്ത വിഷയത്തിൽ നീ മിണ്ടാൻ പാടില്ല എന്ന് ഖുർആൻ പറഞ്ഞു. പഠിച്ചിട്ട് പറയണം. അപ്പൊ അതുകൊണ്ട് വിവരമില്ലാത്ത വിഷയങ്ങളിൽ ഞാൻ ഇടപെടാറില്ല എന്നായിരുന്നു ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹുവിന്റെ ഉയർച്ചയ്ക്ക് കാരണമായത് എന്ന് പറയുന്നു.